രാത്രികാലത്തെ ചിന്തയ്ക്കായിട്ട് മത്തായി സുവിശേഷം 24-ാം അധ്യായം 3-ാം വാക്യത്തിലോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ യേശുക്രിസ്തുവും ശിഷ്യന്മാരുമായിട്ട് ഒരുമല ഇരിക്കുന്ന ഒരു അവസരമാണ് കാണുന്നത്. അപ്പൊ അവിടെ വെച്ച് ശിഷ്യന്മാർ വന്നിട്ട് കർത്താവായ യേശുക്രിസ്തുവിനോട് ചോദിക്കുവാണ്, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്ന് അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അതായത് കർത്താവിന്റെ ശിഷ്യന്മാർ വന്ന് അദ്ദേഹത്തോട് ചോദിക്കുവാണ്, കർത്താവെ നിന്റെ മഹത്വ പ്രത്യക്ഷത എന്നാണ്. അതായത് അവർക്ക് അറിയണമെന്ന് ആഗ്രഹമാണ്, നമ്മെ പോലെ തന്നെ കൃത്യമായിട്ട് ഇത്രാമത്തെ വർഷം, അതായത് 2021 അല്ലെങ്കിൽ 2020 ജനുവരി മാസം 16-ാം തീയതി കർത്താവ് വരുമെന്ന് പറഞ്ഞാൽ നമുക്ക് അല്പം കൂടെ എന്താ പറഞ്ഞ ഒരുങ്ങാനുള്ളതിന്റെ മാക്സിമം ഒരുങ്ങി 100% പോകത്തക്കതുപോലൊക്കെ ഇരിക്കാമെന്നൊരു ആഗ്രഹം നമുക്കുണ്ട്. അതുപോലെ തന്നെ ഒരു ചോദിക്കുവാണ് ഒരു പ്രിസൈസ് ടൈം, അപ്പോൾ എപ്പോൾ വരും കർത്താവെ, അതിന്റെ അടയാളം എന്താകുമെന്ന് പറയുമ്പോൾ പക്ഷെ ക്വസ്റ്റ്യൻ നമ്മൾ ഓർത്തിരിക്കണം, എപ്പോൾ വരും അതിന്റെ അടയാളം എന്താണെന്നാണ് ചോദിക്കുന്നത്. പക്ഷേ 32-ാം വാക്യത്തിലോട്ട് നമ്മൾ വരുമ്പോൾ 32 തൊട്ട് 34 വരെ നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുന്നു, ഞാൻ വായിക്കാം. അത്തിയെ നോക്കി രൂപം അടിപ്പീൻ, അതിന്റെ കൊമ്പിടതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു വന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതുക്കൾ തന്നെ ആയിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുകയും ഇതൊക്കെ സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതായത് അത്തിയെ നോക്കി ഒരു ഉപമ എന്ന് പറയുന്നു. അത് അനേക ദേവദാസന്മാര് പ്രസംഗിച്ചും വേദപണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചും ഒക്കെ നമ്മൾ കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്ത വിഷയമാണ്. അത്തി എന്ന് പറയുന്നത് ഇസ്രായേലിനോട് ഉപമിക്കുന്നു. അത്തിയുടെ തളിർപ്പ് എന്നത് ഇസ്രായേലിന്റെ യഥാസ്ഥാപനമാണെന്ന് നമ്മൾ വായിച്ചും കേട്ടും ഒക്കെ നമ്മൾ ഗ്രഹിച്ചിട്ടുള്ള വിഷയങ്ങളാണ്. പലപ്പോഴായിട്ട് പല ദേവദാസന്മാരിൽ കൂടി പ്രസംഗിച്ച് നമ്മൾ ആ വിഷയങ്ങളെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ സ്ഥിതി നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യത്തെ UN അംഗീകരിച്ച ലോകരാജ്യങ്ങൾ ഭയത്തോടെ വിറയലോടെ വീക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. അതായത് അവര് എല്ലാ രീതികളിലും എല്ലാ മേഖലകളിലും ലോകത്തെ ഭരിക്കുവാൻ തുനിയുന്നതായ ഒരു ശക്തമായ രാഷ്ട്രമായിട്ട് പരിണമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിന്റെ യഥാസ്ഥാപനം നടന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം, അങ്ങനെ നമുക്ക് അനുമാനിക്കാം. ഈയിടെ ഞാൻ കേട്ട ഒരു മെസ്സേജിനകത്ത് ഇങ്ങനെ ഒരു കാര്യം ഞാൻ കേൾക്കുവാനിടയായി. അതായത് ഇസ്രായേലിന്റെ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ട ആ വർഷം, അത് 1948 രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടത് എന്ന് നമ്മൾക്കറിയാം. അത് ആ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ട അന്ന്, അതായത് ഇപ്പോഴുള്ളതായ റെക്കോർഡ് ചെയ്തു വച്ചിരിക്കുന്ന എവിഡൻസിൻ പ്രകാരം ആ രാജ്യത്ത് രൂപീകരണത്തിന് ശേഷമായി ആദ്യമായിട്ട് അവിടെ ജനിച്ച വ്യക്തിയാണ് ഇപ്പോൾ ഇസ്രായേൽ ഭരിക്കുന്ന പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് കേൾക്കുവാൻ ഞാൻ ഇടയായി. അത് 100% ശരിയാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും വ്യക്തമായി ഒരാള് പ്രസംഗിച്ച കൂട്ടത്തിൽ ഞാൻ കേട്ട ഒരു വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അത്തി തളർത്ത് കണ്ട ഒരു തലമുറയാണ് ഈ തലമുറ. അത്തി തളർത്ത്, അതായത് നമ്മൾ ഉൾപ്പെടുന്ന ഈ തലമുറയിലാണ് നമ്മൾ അത്തി തളർത്ത് കണ്ടത്. സോ നമ്മൾ കണക്ക് കൂട്ടി നോക്കിയാൽ ഇപ്പോൾ അദ്ദേഹത്തിന് 72 വയസ്സോളം ഉണ്ട്. ഒരു വേദപുസ്തകം നമുക്ക് കൃത്യമായി പറയുന്നു, ഒരു മനുഷ്യന്റെ ആയുസ് 70, ഏറെ ആയാൽ 80 വയസ്സ് എന്ന് കൃത്യമായിട്ട് പറയുമ്പോൾ ഞാനിപ്പോൾ ആരെയും പേടിപ്പിക്കാൻ പറയുമല്ല, നമ്മൾ കൂടെ ദേവദാസന്മാരിൽ കേൾക്കുന്ന കർത്താവിന്റെ വരവാസനമായി നമ്മൾ അത് റിപ്പീറ്റ് പറയുകയും നമ്മളിങ്ങനെ ജീവിച്ചു പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആയിരിക്കുന്നതായ ഈ കാലഘട്ടം എത്ര ക്രിട്ടിക്കൽ ടൈമാണ്, അല്ലെങ്കിൽ എത്ര ക്രൂഷ്യലായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. ഈ കർത്താവ് ആ പ്രിസൈസ് ടൈം നമുക്ക് പറഞ്ഞു തരുന്നില്ല എങ്കിലും ഈ കൃത്യമായ അടയാളങ്ങളിലൂടെ കാലങ്ങളും സമയങ്ങളും ഒക്കെ നമുക്ക് അനുമാനിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ദേവദാസന്മാർ പറയുന്നത് അന്ത്യകാലമാണെന്ന്. സോ പ്രിയ സഹോദരങ്ങളെ, 35-ാമത്തെ വാക്യത്തില് ഇങ്ങനെ പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ നമ്മൾ വായിച്ചതും ഈ നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ കർത്താവായ യേശുക്രിസ്തു പറയുകയും അദ്ദേഹത്തിന്റെ തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നതോളം കാലം അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു.
ഇങ്ങനെ ഈ ദിവസങ്ങളിൽ അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ ജീവിക്കണം, അത് നമ്മൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു, അനേക പ്രസംഗങ്ങൾ നമ്മൾ കേട്ട് നമ്മളെ എങ്ങനെ ഒരുക്കാം, നമുക്ക് എങ്ങനെ ജീവിക്കാം, എങ്ങനെ നമുക്ക് എടുക്കപ്പെടാം, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച വിഷയങ്ങൾ ഈ പ്രസംഗത്തിന്റെ അനന്തരമായിട്ട് അവസാനമായിട്ട് ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് മുമ്പായിട്ട് കർത്താവിന്റെ വരവിനോടടുത്ത് വരവോടെ അല്ലെങ്കിൽ അതിന് ശേഷമായി സംഭവിക്കുന്ന ഈ ലോകത്തിൽ സംഭവിക്കാൻ അല്ലെങ്കിൽ നടക്കുവാൻ പോകുന്നതായ സംഭവ വികാസങ്ങളെ പറ്റി അല്പമായിട്ട് പറയുവാനാണ് ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നത്. അതായത് നമ്മൾ എപ്പോഴും കേൾക്കും, കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടും, മഹത്വ പ്രതീക്ഷയിൽ എടുക്കപ്പെടും. അല്ലാത്തവര് എടുക്കപ്പെടാത്തവർ, സപ്പോസ് രണ്ടുപേർ ഒരുമിച്ചിരിക്കും, വയലിലിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ കൈവിട്ടു പോകും. സപ്പോസ് എക്സ് എടുക്കപ്പെട്ടു, വൈ കൈവിടപ്പെട്ടു പോയി നമുക്ക് അനുമാനിക്കാം. സോ ഇനി ഞാൻ പറയാൻ പോകുന്നതായ ആ കാര്യങ്ങള് ഞാൻ അധ്വാനിച്ച് ദൈവസ്ഥനിൽ നിന്നും പ്രാപിച്ച ഒരു വിഷയമല്ല ദൈവമക്കളെ. പക്ഷേ പലപ്പോഴായിട്ട് എൻ്റെ ഹൃദയത്തിൽ തോന്നിയ ഒരു വിഷയമാണ് ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ അറിയാൻ വയ്യാത്ത പലരും നമ്മുടെ ചർച്ചിൽ, അതായത് പുതുതായിട്ട് കടന്നു വന്നവരോ അല്ലെങ്കിൽ പലരും അതിനെക്കുറിച്ചുള്ള ഓർമ്മയിൽ ഇരിക്കാത്തവരോ അല്ലെങ്കിൽ അറിയാൻ വയ്യാത്തവരായിട്ടുള്ളവരോട് പറയണമെന്ന് എനിക്ക് പല പ്രാവശ്യം എൻ്റെ ഹൃദയത്തിൽ തോന്നിയ ഒരു കാര്യമാണ്. നമ്മുടെ ചർച്ചിൽ 1-2 പ്രാവശ്യം പല ദൈവദാസന്മാര് പടങ്ങൾ കാണിച്ച് അല്ലെങ്കിൽ ചാർട്ടുകൾ കാണിച്ചൊക്കെ ഈ വിഷയങ്ങൾ നമ്മളെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എങ്കിലും കടന്നു വന്നിരിക്കുന്നതിൽ ഞാൻ ഇന്നവര് കാണണമെന്ന് ആഗ്രഹിച്ച ചിലരെ ഞാൻ ഇതിനകത്ത് കാണുവാനിടയായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സോ അന്ന് അവരൊക്കെ വന്ന സമയത്ത് ഇപ്പോഴുണ്ടായിരുന്ന പല സഹോദരങ്ങളും ഇല്ലാതെ ഇരുന്നതിനാൽ ആണ് ഞാൻ അതങ്ങനെ ചിന്തിക്കുവാനായിട്ട് ഇടയായത്. സോ സത്യം പറഞ്ഞാൽ ഞാനിത് ചില വർഷങ്ങളായിട്ട് എൻ്റെ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്. ആ ചാപ്റ്റർ വരുമ്പോൾ, എല്ലാ പ്രാവശ്യവും ആ ചാപ്റ്റർ വരുമ്പോൾ ഞാൻ ഓർക്കും ഇതൊന്ന് ക്രോഡീകരിച്ച് ഒരു കുഞ്ഞതായിട്ട് ഒന്ന് ചിലരോട് പറയുവാൻ എനിക്കൊരു പറയണമെന്ന് എനിക്ക് തോന്നിയതാണ് നിങ്ങളോട് ഇപ്പൊ പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ഇന്ന് മരിച്ചാൽ അല്ലെങ്കിൽ ഇപ്പോൾ കർത്താവ് വന്നാൽ എക്സ് എടുക്കപ്പെട്ടു, വൈ കൈവിടപ്പെട്ടു പോയി, അതിനുശേഷമായി എന്ത് സംഭവിക്കും എന്നുള്ള വിഷയമാണ്. പ്രിയ ദൈവമക്കളെ, ഇതിനെപ്പറ്റി അറിയാവുന്ന എന്നേക്കാൾ നല്ല ഗ്രാഹ്യമുള്ള പലരും ഇപ്പോൾ ദേവദാസൻ ഇരിക്കുന്നു, ലാലുബദർ ഇരിക്കുന്നു, ഷേബ ഇരിക്കുന്നു, അങ്ങനെ പേര് പറയാത്തവർ ക്ഷമിക്കുന്നു. ഇതിനെപ്പറ്റി നല്ല ഗ്രാഹ്യമുള്ള പലരും ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. അവര് ദയവായിട്ട് എന്നോട് കുറച്ച് സമയത്തേക്ക് ക്ഷമിക്കണമെന്ന് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. സോ കർത്താവ് ദൈവത്തിന്റെ ആഗ്രഹം അല്ലെങ്കിൽ ഈ ലോകത്തെ പറ്റിയുള്ള ദൈവത്തിന്റെ ഒരു ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനവരാശിയുടെ വീണ്ടെടുപ്പാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും സ്പഷ്ടമായിട്ട് അറിയുന്ന കാര്യമാണ്. അതായത് റിഡംഷൻ ഓഫ് ദ മാൻകൈൻഡ് ഈസ് ഹിസ് ടാർഗറ്റ്. അൾട്ടിമേറ്റ് എയിം ഓഫ് ഗോഡ് ഈസ് മാനവജാതിയുടെ രക്ഷ അല്ലെങ്കിൽ വീണ്ടെടുപ്പ്. കാരണം ഓരോ കാലങ്ങളിലും ദൈവം ഓരോ വ്യവസ്ഥിതി വെച്ചിരുന്നു മനുഷ്യർ രക്ഷിക്കപ്പെടാൻ. പക്ഷെ അങ്ങനെ ഒന്നിലും ജനം രക്ഷപ്പെടാതെ ഇരുന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി തന്നു. ഇതാണ് അവസാനമായിട്ട് യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവം എങ്ങനെയെങ്കിലും മാനവരാശിയുടെ രക്ഷ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്. സോ അതിനായിട്ട് ദൈവം ലോകത്തിന്റെ ആരംഭം മുതൽ ലോകത്തിന്റെ അവസാനം വരെയുള്ള സമയത്ത്, അതായത് അതിന് അനാദി നിത്യത അല്ലെങ്കിൽ അനന്ത നിത്യത എന്ന് പറയുന്നത്. അപ്പൊ അതായത് കർത്താവ് സൃഷ്ടിയുടെ ആരംഭം മുതൽ നിത്യത വരെയുള്ള സമയത്തെ കാലങ്ങൾ, യുഗങ്ങൾ എന്ന് തിരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പല വ്യാഖ്യാനങ്ങളിൽ ഞാൻ കുറെ കാലം മുമ്പ് TPMകാരുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. അവര് ഒരു രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ 11 യുഗങ്ങളുണ്ടെന്നും 10 യുഗങ്ങളുണ്ടെന്നും, അതായത് ഭൂമിയുടെ ആരംഭം മുതൽ, അതായത് ദൂതന്മാരുടെ കാലം മുതലുള്ള യുഗങ്ങളെ അവർ 11 ഇരിക്കുന്നു. പക്ഷെ എനിവേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നത് 7 യുഗങ്ങളെ പറ്റിയാണ്. അത് ഞാൻ വിവരിച്ച സമയം കളയത്തില്ല. മനസ്സിലാകുന്ന ഭാഷയിൽ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. അതായത് 3 കാലങ്ങളെ പറ്റിയും 7 യുഗങ്ങളെ പറ്റിയും നമ്മൾ പഠിക്കുന്നു. യുഗങ്ങൾ 7 അത് ഞാൻ പെട്ടെന്ന് വായിച്ച് പറഞ്ഞു പോകാം. യുഗങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് ഡിസ്പെൻസേഷൻസ് എന്ന് പറയുന്നു. അതായത് യുഗങ്ങൾ. ഒന്നാമത്തെ യുഗം എന്ന് പറയുന്നത്
ഡിസ്പെൻസേഷൻ ഓഫ് ഇന്നസെൻസ്, അതായത് നിഷ്പാപയുഗം. നിഷ്പാപയുഗം എന്ന് കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു, പാപമില്ലാത്ത യുഗം എന്ന് പറഞ്ഞ എന്നായിരുന്നു. അതായത് ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി അവർ പാപം ചെയ്ത അന്ന് വരെയുള്ള ആ കാലഘട്ടമാണ് നിഷ്പാപയുഗം അല്ലെങ്കിൽ ഡിസ്പെൻസേഷൻ ഓഫ് ഇന്നസെൻസ്. രണ്ടാമത്തെ യുഗം ഡിസ്പെൻസേഷൻ ഓഫ് കോൺഷ്യൻസ്, അതായത് മനസാക്ഷി യുഗം. അതായത് അവരെ ഏദനിൽ നിന്നും എക്സ്പെൽ ചെയ്ത് അവരെ ഇറക്കി വിട്ട കാലം തൊട്ട് നോഹയുടെ കാലത്തുണ്ടായിരുന്ന ഫ്ലഡ് വരെയുള്ളതായ കാലം, അന്ന് അവർ ജീവിച്ചിരുന്നു, അവിടെ മനസാക്ഷിക്ക് അനുസൃതമായി ജീവിച്ചിരുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ യുഗത്തിന് മനസാക്ഷി യുഗം എന്ന് പേര് പറയുന്നു. മൂന്നാമത്തേത് ഹ്യൂമൻ ഗവൺമെന്റ്, ഡിസ്പെൻസേഷൻ ഓഫ് ഹ്യൂമൻ ഗവൺമെന്റ് അല്ലെങ്കിൽ മാനുഷിക ഭരണയുഗം. അതായത് നിമ്രോദിന്റെ ഒക്കെ കാലം ആ സമയത്ത് വരും. ഫ്ലഡ് കഴിഞ്ഞിട്ട് നോഹയുടെ കുഞ്ഞുങ്ങൾ പിന്നെയും പാപം ചെയ്തു. അവർ അറിയാമല്ലോ നമുക്കൊരു പേരുണ്ടാക്കുക, അതായത് ദൈവത്തിന്റെ നാമം മഹിമപ്പെടണം എന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ നമുക്കൊരു പേരുണ്ടാക്കുക എന്ന് പറഞ്ഞ് ബാബേൽ ഗോപുരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതാണ് നിമ്രോദിന്റെ കാലഘട്ടം. അതാണ് മാനുഷിക ഭരണയുഗം, അതാണ് മൂന്നാമത്തേത്. നാലാമത്തേത് ഡിസ്പെൻസേഷൻ ഓഫ് പ്രോമിസ്, അതായത് വാഗ്ദത്ത യുഗം. അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അത് അബ്രഹാമിനെ വിളിക്കുന്ന അന്ന് തൊട്ട് അവസാനിക്കുന്നതും മോസസിന് കമാൻഡ്മെന്റ്സ് ന്യായപ്രമാണം കൊടുക്കുന്ന അന്ന് വരെയാണ് വാഗ്ദത്ത യുഗം. അത് നാലാമത്തെ യുഗം. അഞ്ചാമത്തെ യുഗം എന്ന് വെച്ചാൽ ന്യായപ്രമാണ യുഗം. അതായത് മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ജനം ജീവിക്കുവാൻ ദൈവം ആഗ്രഹിച്ച ആ യുഗമാണ് ന്യായപ്രമാണ യുഗം. അടുത്തതാണ് ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് അല്ലെങ്കിൽ നമ്മുടെ കൃപായുഗം എന്ന് പറയുന്നത്. അതായത് അത് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച അന്ന് തൊട്ട് കർത്താവിന്റെ മഹത്വപ്രത്യക്ഷ വരെയുള്ള സമയമാണ് കൃപായുഗം എന്ന് പറയുന്നത്. അടുത്ത യുഗമാണ് ഫ്യൂച്ചർ ഡിസ്പെൻസേഷൻ അല്ലെങ്കിൽ ഭാവി യുഗം. അതാണ് ഞാൻ പറഞ്ഞത് 7 യുഗങ്ങൾ. നമ്മൾക്കറിയേണ്ടത് ഭാവി യുഗത്തെ പറ്റിയാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ എടുക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ളതായ വിഷയങ്ങൾ. 7 യുഗങ്ങൾ: നിഷ്പാപ യുഗം, മനസാക്ഷി യുഗം, മാനുഷിക ഭരണയുഗം, വാഗ്ദത്ത യുഗം, ന്യായപ്രമാണ യുഗം, കൃപായുഗം, ഭാവി യുഗം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ യുഗങ്ങൾ എന്നത് നമ്മുടെ ചിന്താ വിഷയമല്ല എന്നുണ്ടെങ്കിൽ തന്നെ ദൈവത്തിന്റെ കാര്യപരിപാടികൾ ദൈവം ഉൾപ്പെടുത്തി ചെയ്ത വിഷയമാണ്. കാരണം യെശയ്യാവിന്റെ പുസ്തകം 63-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു വചനം വായിക്കുന്നുണ്ട്: യുഗാരംഭം മുതൽ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ എന്നാകുന്നു നിന്റെ നാമം. അതായത് യുഗങ്ങളുടെ ആരംഭം മുതൽ നിന്റെ വീണ്ടെടുപ്പുകാരനാകുന്നു നിന്റെ നാമം എന്ന് യെശയ്യാവിന്റെ പുസ്തകത്തിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വീണ്ടെടുപ്പ് എന്നത് ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ടാർഗറ്റ് ആയിരിക്കെ തന്നെ വല്ല വിധേന മാനവരാശിയെ രക്ഷിക്കണമെന്ന് ആ ആശയത്തിൽ ഊന്നി ദൈവം ഓരോ യുഗത്തിലും ഓരോ രീതിയിൽ വീണ്ടെടുപ്പുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നു. ഈ ഡിസ്പെൻസേഷൻ എന്നതിന് മലയാളത്തിൽ വ്യവസ്ഥിതി എന്ന് പറയുന്നു. വ്യവസ്ഥിതി എന്നാണ് പറഞ്ഞത്. നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഈ കൃപായുഗത്തില് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുക എന്ന വ്യവസ്ഥിതിയാണ് ദൈവം വെച്ചിരിക്കുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. ഇപ്പോൾ കൃപായുഗം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മൾ രക്ഷ പ്രാപിക്കുക. അതാണ് ഈ കൃപായുഗത്തിലെ വ്യവസ്ഥിതി. അതായത് എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുന്നു, പൗലോസ് അപ്പോസ്തലൻ: നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മെയ്തെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ ഒരു എനിക്ക് വെളിവായി വന്നു. അതായത് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടിയുള്ളതായ രക്ഷയെന്ന വ്യവസ്ഥിതി അദ്ദേഹത്തിന് മനസ്സിലായി എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അതിന് പ്രകാരം ഗലാത്യ ലേഖനം 3-ാം അധ്യായം 28 നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, അങ്ങനെ യഹൂദനെന്നോ യവനനെന്നോ വേർതിരിവില്ലാതെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തെ സഭയായി മാറ്റുന്ന ഒരു വ്യവസ്ഥിതിയാണ് കൃപായുഗത്തിൽ സംഭവിക്കുന്നത്. അതായത് അതിനകത്ത് യഹൂദനെന്നോ യവനെന്നോ ഒന്നുമില്ല, വിശ്വസിക്കുന്ന എല്ലാവരെയും സഭയിൽ കൂട്ടിച്ചേർക്കുക എന്നുള്ളൊരു വ്യവസ്ഥിതിയാണ് ഈ യുഗത്തിൽ ദൈവം ആഗ്രഹിച്ചിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ജോൺ 3:16 എല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാവുന്ന ഒരു വാക്കാണ്: ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യം പ്രാപിക്കുകയാണ് ദൈവം അവന് നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചു. അതായത് അവിടെ യഹൂദനൊന്നുമില്ല, ലോകക്കാരനൊന്നുമില്ല, സർവ്വ ലോകത്തെയും വിശ്വസിക്കുന്ന ഏവനെയും രക്ഷിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ വിഷയം. ഇതിന് കൃപായുഗത്തിന് മുമ്പുള്ള യുഗങ്ങളിൽ യാഗം എന്നത് പാപത്തിന് ഒരു ടെമ്പററി റെമഡി ആയിരുന്നു. അതായത് പാപം ചെയ്യുക, പോയി യാഗം കഴിക്കുക, പാപം ചെയ്യുക, യാഗം കഴിക്കുക, ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. കൂടുതൽ പാപം ചെയ്യുന്നു, അതിന് റിപ്പീറ്റഡ് വയലേഷൻസ് ആകുന്നു, മോർ സാക്രിഫൈസസ്. അങ്ങനെ
ചെയ്ത് യാഗങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. മനുഷ്യന് യാതൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ഈ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കെ കർത്താവായ സ്വർഗത്തിലെ ദൈവം, ആ മേഴ്സിഫുൾ ആയ ദൈവം യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച് മാനവജാതിയുടെ പാപം അവന്റെ മേൽ ഏറ്റെടുപ്പിച്ച് യേശു കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അങ്ങനെ നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കൽപ്പന അനുസരിക്കുമ്പോൾ നമ്മുടെ പാപം വിടിയിപ്പിക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ക്രൂശുമരണം അല്ലെങ്കിൽ നമ്മുടെ പാപമരണം ഒഴിഞ്ഞു മാറിയതായി പിതാവാം ദൈവം അത് നമ്മളെ അങ്ങനെ കണക്കിടുന്നു. സോ അത് നിമിത്തം നോ മോർ സാക്രിഫൈസസ് നീഡ്. ഇനി അതിന് അങ്ങനെ ഒരു യാഗമില്ല. കർത്താവായ യേശുക്രിസ്തു പരമയാഗമായി ക്രൂശിന്മേൽ നമ്മൾക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടു. സോ പിന്നെ ഈ യുഗത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ കൂടെ ആയിരിക്കാൻ, നമ്മളെ വഴി നടത്തുവാൻ, നമ്മളെ പഠിപ്പിക്കുവാൻ, നമ്മളെ ഗൈഡ് ചെയ്യുവാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന. വേറെ പണ്ടത്തെ യുഗങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഒക്കേഷണലി ഓരോ ഇൻഡിവിജ്വൽസിൽ വന്നിരുന്ന ഒരു കാര്യമാണ്. സോ അതാണ് നമ്മുടെ യുഗത്തിന്റെ പ്രത്യേകത. സോ അങ്ങനെ നമ്മുടെ ഫ്യൂച്ചർ ഡിസ്പെൻസേഷനെ പറ്റി ചിന്തിക്കുമ്പോൾ, അതായത് ഭാവി യുഗം, അതിനെ മൂന്നായി തിരിച്ച് പഠിക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. എന്നോർത്ത് നിങ്ങൾ പേടിക്കേണ്ട, അത് ഒത്തിരി നീളുന്ന ഒരു കാര്യമല്ല. ഞാനത് പെട്ടെന്ന് മനസ്സിലാക്കി തരാം. ഒന്നാമതായിട്ട് സംഭവിക്കാൻ പോകുന്നത്, ഇത് ഭാവി യുഗത്തിൽ, അതായത് നമ്മുടെ ഈ കൃപായുഗത്തിൽ റാപ്ചർ, അതായത് റാപ്ചർ എന്ന് പറഞ്ഞതിന്റെ മീനിങ് എന്താ പറയാ, ട്രാൻസ്പോർട്ട് ഹെവൻ, അതായത് ചർച്ചിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു പദ്ധതിയാണ് റാപ്ചർ. അതിന്റെ മലയാള വാക്ക് ഉൾപ്രാവണം എന്നാണ്. സോ അതാണ് ഒന്നാമതായിട്ട് അതിനകത്തെ ഫ്യൂച്ചർ ഡിസ്പെൻസേഷനിലെ ഒന്നാമത്തെ പോയിന്റ്, റാപ്ചർ ഓഫ് ദ ചർച്ച്. ദെൻ ഗിവിംഗ് ഓഫ് റിവാർഡ്സ് ഇൻ ഹെവൻ ആൻഡ് മാരേജ് ഓഫ് ലാംബ്. കർത്താവിന്റെ ആ സെയിം സമയത്ത് തന്നെ, ആ ഉൾപ്രാവണം നടന്ന ആ 7 വർഷത്തിൽ തന്നെ ഭൂമിയിൽ നടക്കുന്ന ഗ്രേറ്റ് ട്രിബുലേഷൻ അല്ലെങ്കിൽ മഹോപദ്രവ കാലം. അതായത് 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-17 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് റാപ്ചർ അല്ലെങ്കിൽ ഉൾപ്രാവണത്തെ കുറിച്ചാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 16-17 വാക്യങ്ങൾ നമ്മൾ റാപ്ചർ കാണുന്നു. അതായത് കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ്. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. നമ്മളിൽ ചിലർ ഇപ്പോഴും വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ പലരും വിശ്വസിക്കുന്നത്, കർത്താവിന്റെ 2ാം വരവ് എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പണ്ട് വന്നതുപോലെ ഭൂമിയിൽ വരും എന്നുള്ളത് അറിവില്ലായ്മയിൽ പലരും വിശ്വസിച്ചു പോകുന്നു. പക്ഷെ നമ്മളിവിടെ കേൾക്കുവാൻ ഇടയായി, കർത്താവ് ഭൂമിയിൽ വരുന്നില്ല, കർത്താവ് ആകാശത്തിൽ വരുന്നു. നമ്മൾ മേഘങ്ങളിൽ എടുക്കപ്പെട്ട് കർത്താവിനോട് അവിടെ ചേർന്നു എന്നുള്ളതാണ് അവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. സോ അവിടെ വെച്ച് ഇനി അടുത്തതായിട്ട് സംഭവിക്കുന്നത് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10 പറയുന്നതാണ് അടുത്ത നടക്കുന്ന സംഭവം. അതായത് അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അതനുസരിച്ച് നമ്മൾ മേഘങ്ങളിൽ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ അടുത്തതായിട്ട് നടക്കാൻ പോകുന്നത് പ്രതിഫലം കൊടുക്കുക എന്നൊരു സംഭവമാണ്. അതാണ് നല്ലതാകിലും തക്ക പ്രതിഫലം കൊടുക്കുന്നതായ ഒരു വിഷയമാണ് നടക്കാൻ പോകുന്നത്. സോ നമ്മൾ വായിച്ചു കേട്ടതുപോലെ തന്നെ കർത്താവിന്റെ ന്യായാസനം, കർത്താവായ യേശു ക്രിസ്തുവാണ് ആ റിവാർഡ്സ് നമുക്ക് തരുന്നത്. അത് ആന്ന് ലഭിക്കുന്ന റിവാർഡ്സ് എന്നുള്ളത് കിരീടങ്ങളാണ്. അല്ലാതെ നമ്മുടെ ലോകത്തിൽ ചിന്തിക്കുന്ന പോലെ മറ്റുള്ള ഗിഫ്റ്റ്സ് അല്ല. ആ റിവാർഡ്സ് എന്ന് പറയുന്നത് കിരീടങ്ങൾ. അതായത് 5 തരം കിരീടങ്ങളുണ്ട്. അത് ഞാനൊന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. മറ്റേ കിരീടം ഇൻകറപ്റ്റിബിൾ ക്രൗൺ ടു ദോസ് ഹു വൺ ദ റേസ്. അതായത് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 9-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം, പ്രൈസ് ദി ലോർഡ്, 25-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അംഗം പൊരുകുന്നവൻ സകലത്തിലും വർദ്ധനം ആചരിക്കുന്നു, പ്രസംഗിച്ച ശേഷം കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിനെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. അതായത് ഒരു ദൈവകൃപയിലായിരിക്കുമ്പോൾ തന്നെ നമ്മളെ തന്നെ ക്രമപ്പെടുത്തിയ ഒരു ജീവിതം ജീവിച്ച് മുന്നോട്ട് പോയി ദൈവത്തിന് വേല ചെയ്യുന്നത്. അതായത് ഇൻകറപ്റ്റിബിൾ ക്രൗൺ ആണ് അവർക്ക് കിട്ടുന്നത്. 2-ാമത്തെ ക്രൗൺ ആണ് പ്രശംസാ കിരീടം, ക്രൗൺ ഓഫ് ഗ്ലോറിഫൈങ് ആൻഡ് ഓർ റിജോയ്സിങ്. അത് കിട്ടുന്നത് ഫോർ സോൾ വിന്നേഴ്സ്, ആത്മാവിനെ പ്രാപിക്കുന്നവർക്ക് കിട്ടുന്ന കിരീടമാണ് പ്രശംസാ കിരീടം. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ തന്നെ
ഒന്ന് പുറമോട്ട് ചിന്തിച്ച് നോക്കണം. നമുക്ക് കിരീടങ്ങൾ ലഭിക്കുമോ? ലഭിച്ചാൽ തന്നെ നമുക്ക് ഏതൊക്കെ കിരീടങ്ങൾ ലഭിക്കും? അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം നമുക്ക് ഇപ്പോൾ ആകാം, എനിക്ക് ഇന്ന കിരീടം വേണം, എനിക്കൊരു പ്രശംസാ കിരീടം വേണം, ഞാൻ ഒരു ആത്മാവിനെ നേടിയാൽ അന്ന് എനിക്ക് പ്രതിഫലം വിഭജിക്കുമ്പോൾ എനിക്ക് ആ പ്രശംസാ കിരീടം ലഭിക്കും, അല്ലെങ്കിൽ ലജ്ജിക്കുവാൻ ഇടയായിത്തീരും. ഇങ്ങനെയൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് ദൈവം തെരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ രണ്ടാമത്തെ കിരീടം പ്രശംസാ കിരീടം. മൂന്നാമത്തെ കിരീടം ക്രൗൺ ഓഫ് റൈച്ചസ്നെസ്, അതാണ് നീതിയുടെ കിരീടം. അതായത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു 2 തിമോത്തി 4:8, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അങ്ങനെ വിശ്വാസം കാക്കുന്ന, അത്രത്തോളം വിശ്വാസം കാക്കുന്നവർക്ക് കിട്ടുന്ന കിരീടമാണ് നീതിയുടെ കിരീടം. അതാണ് മൂന്നാമത്തെ കിരീടം. നാലാമത്തെ കിരീടം ഈസ് ക്രൗൺ ഓഫ് ഗ്ലോറി അൺഫെയ്ഡിങ്, അതായത് വാടാത്ത കിരീടം. അത് എല്ലാവർക്കും കിട്ടത്തില്ല. ക്രൗൺ ഓഫ് ഗ്ലോറി അൺഫെയ്ഡിങ് ഈസ് ഗിവൺ ടു ഫെയ്ത്ത്ഫുൾ പാസ്റ്റേഴ്സ്. നമ്മുടെ ദൈവദാസനൊക്കെ കിട്ടുന്ന കിരീടമാണ് എന്താണ് വാടാത്ത കിരീടം. അത് 1 പീറ്റർ 5:4 പറയുന്നു, ഇടയശേഷൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അതാണ് ക്രൗൺ ഓഫ് ഗ്ലോറി അൺഫെയ്ഡിങ്, വാടാത്ത കിരീടം ടു ഫെയ്ത്ത്ഫുൾ പാസ്റ്റേഴ്സ്. ലാസ്റ്റ് ക്രൗൺ ആണ് ക്രൗൺ ഓഫ് ലൈഫ് അഥവാ ജീവകിരീടം. അത് പരീക്ഷ സഹിക്കുന്നവർക്കുള്ളതാണ് ജീവകിരീടം. ജീവകിരീടം കിട്ടുന്ന ടു ദ ഫെയ്ത്ത്ഫുൾ എൻഡ്യൂറിംഗ് ട്രയൽസ്, ടു ദോസ് ഹു ആർ ഫെയ്ത്ത്ഫുൾ എൻഡ്യൂറിംഗ് ട്രയൽസ്. അതായത് 5 കിരീടങ്ങൾ: ഇൻകറപ്റ്റിബിൾ ക്രൗൺ, പ്രശംസാ കിരീടം, നീതിയുടെ കിരീടം, വാടാത്ത കിരീടം, ജീവകിരീടം. അങ്ങനെ റാപ്ചറിൽ പോയ സഭയ്ക്ക് അവിടെ വെച്ച് ഇങ്ങനെ എന്താ പറയുക, റിവാർഡ്സ് വിഭജിച്ച് കിട്ടി. ആ സമയത്താണ് അതിനുശേഷമായിട്ട് 7 വർഷം സഭ കർത്തൃപാഠിയായി സ്വർഗത്തിൽ ആയിരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ സഭ പ്രതിഫലത്തിന്റെ വിഭജന ശേഷമായിട്ട് 7 വർഷം സ്വർഗത്തിലായിരിക്കുന്നു. ആ സമയത്ത് കൈവിടപ്പെട്ട, അതായത് വൈ എന്ന വിശ്വാസിയായിരുന്ന ആൾ, കൈവിടപ്പെട്ട അല്ലെങ്കിൽ ദൈവത്തെ വിശ്വസിക്കാത്തവർക്ക് ഭൂമിയിൽ 7 വർഷത്തെ മഹോപദ്രവ കാലം എന്ന് ഞാൻ പറയാനിടയായല്ലോ ദൈവമക്കളെ. സോ അത് നമ്മളിപ്പം വായിച്ചു, ഏറ്റവും കഷ്ടതയും പ്രയാസവും ദുരിതവും ഒക്കെ ഉള്ളതായ ഒരു കാലയളവാണ്. ആ റാപ്ചറിന്റെ ദിവസത്തെ കാര്യങ്ങൾ തന്നെ നമ്മുടെ ചർച്ചിൽ ഒരു ദേവദാസൻ ഒരിക്കൽ എക്സ്പ്ലെയിൻ ചെയ്ത് നന്നായി ഓർക്കുന്നു ഞാൻ. കാരണം ഒരിക്കലും സംഭവിക്കാത്ത മേലാൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ, ആക്സിഡന്റ്സ് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് റാപ്ചറിന്റെ ദിവസം. സഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ അന്ന് അദ്ദേഹം പറഞ്ഞു, ഒരു ഫ്ലൈറ്റ് ഓടിച്ചു പോകുന്ന ഒരു പൈലറ്റ് വിശ്വാസിയാണെങ്കിൽ അദ്ദേഹം അങ്ങ് പോകും. അങ്ങനെ എത്ര ഫ്ലൈറ്റ്സ് ഒരു ദിവസം, എത്ര ട്രെയിനുകൾ, എത്ര കാറുകൾ, എത്ര വാഹനങ്ങൾ എല്ലാം ഇടിക്കുകയും തട്ടുകയും മുട്ടുകയും താഴെ വീഴുകയും ചെയ്ത ഒരു ദിവസം. ഒന്ന് ഓർത്ത് നോക്കിയത് മക്കളെ. സഭ അങ്ങ് പോയി കഴിയുമ്പോൾ ഈ ലോകം ഇങ്ങനെ നോക്കിയ ഒരു ബിൽഡിങ്, ഈ എറണാകുളത്ത് നമ്മൾ ഈ എന്താ പറയുന്നത്, ബോംബ് വെച്ച് ബിൽഡിങ് ഇടിച്ച് താപ്പോട്ടിട്ട ഒരു സംഭവം നമ്മൾ കണ്ടതാണല്ലോ. എനിക്ക് തോന്നുന്ന അങ്ങനെ ഒരു സംഭവം ലോകമെല്ലാം കൂടി ഇടിഞ്ഞു പൊടിഞ്ഞ് താപ്പോട്ട് വീണ് കിടക്കുന്നു. അതായത് എത്ര വിമാനങ്ങൾ താഴെ വീണ് പൊട്ടിക്കിടക്കുന്നു, എത്ര റോഡുകളിൽ നിറച്ച ആക്സിഡൻസ്, അങ്ങനെ പല പല വിഷയങ്ങളിൽ ലോകം നശിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ദിവസം. പിന്നെ ഇങ്ങോട്ട് അത് തന്നെയാണ് ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അത് രക്ഷിക്കപ്പെടാത്ത, കൈവിടപ്പെട്ടു പോയ ആൾക്കാര് ഈ ലോകത്തിലുള്ളപ്പോൾ നടക്കുന്ന മഹോദ്രവ കാലത്തെ പറ്റിയാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, അത് ഭൂമിയിലുള്ളവർക്ക്, അതായത് സ്പെഷ്യലി ഫോർ ജ്യൂസ്. നിങ്ങൾക്കറിയാമല്ലോ, യഹൂദന് ദൈവത്തെ, കർത്താവായ യേശു ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യാത്ത യഹൂദന് അതാണ് ഏറ്റവും കഷ്ടം നിറഞ്ഞ ഒരു സമയമായിരിക്കും ആ മഹോദരവ കാലം എന്നുള്ളത്. അതായത് മത്തായി 24:21 ഞാൻ ഓൾറെഡി നിങ്ങളോട് വായിച്ച് കേൾപ്പിച്ച വചനമാണ്. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമാണ് അന്നുണ്ടാകുന്നത്. കാരണം തിരുവചനം പറയുന്നു, സഭ എടുക്കപ്പെടുന്നതോടുകൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എടുക്കപ്പെടുന്നു. അന്ന് തടയുന്നവൻ ഭൂമിയിൽ നിന്ന് മാറിപ്പോകണം. ഇങ്ങനെ ഒരു വചനമുണ്ടല്ലോ. അതായത് തടയുവാൻ, കഷ്ടങ്ങളെ, നഷ്ടങ്ങളെ, പിശാച് കൊണ്ടുവന്ന ശോധനകളെ തടയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അന്ന് ഈ ലോകത്തിലില്ല. സകലതും നാശത്തിനായി ഇവിടെ സംഭവിക്കുന്ന ഒരു കാലയളവ്. സോ സഭയില്ല. സഭ ഉണ്ടാകും. ഇപ്പോൾ പാൻഡമിക് വന്നു, അങ്ങനെ വിവിധ വിഷയങ്ങൾ ഉണ്ടാകുന്ന അവിടെവിടങ്ങളിലായി ദൈവമക്കൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അനവധി കഷ്ടങ്ങൾ, ദുരിതങ്ങൾ, മരണങ്ങൾ ദൈവമക്കളെ മാറിപ്പോകുന്നു. നമ്മൾ പലപ്പോഴും സാക്ഷ്യം കേൾക്കുന്നതാണല്ലോ.
ഇന്ന വിഷയങ്ങൾ മാറിപ്പോയി, ഇന്ന മരണം മാറിപ്പോയി, അപകടം മാറിപ്പോയി, അർത്ഥം മാറിപ്പോയി. ദൈവമക്കൾ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് നിമിത്തം ദൈവത്തിന്റെ ആത്മാവ് അനവധി ദുരിതങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും വഴിമാറ്റി വിടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവുമില്ല, സഭയുമില്ല എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം. സോ മാത്രമല്ല, ആകാശത്തിൽ നിന്നും പിശാചിനെ വെട്ടി അന്ന് ഭൂമിയിലാണ് പിശാചിന്റെ വാസം, ഭൂമിയിൽ. അപ്പൊ പിന്നെ കൃപായുഗത്തിൽ ഇത്ര ഫ്രീ ആയിട്ട് ദൈവം തന്നതായ ഈ സമയത്ത് വിശ്വസിക്കാത്ത ജനത്തോടുള്ളതായ ദൈവത്തിന്റെ ക്രോധവും അന്ന് ഈ ഭൂമിയിലുണ്ട്. അപ്പൊ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, എല്ലാ വിധത്തിലുള്ള ക്രോധവും കോപവും സർവ കാര്യങ്ങളും അന്ന് ഈ ഭൂമിയിൽ ഉണ്ട്. സോ യിരെമ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായം 7-ാം വാക്യത്തില് ഇതിനെപ്പറ്റി പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. സമയമുള്ളപ്പോൾ നമുക്ക് വായിക്കാം. ഇതാണ് പറയുന്നത്, ഇതാണ് അത് യാക്കോബിന്റെ കഷ്ടകാലം. അവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് യാക്കോബിന്റെ കഷ്ടകാലം, അല്ലെങ്കിൽ ടൈം ഓഫ് ജേക്കബ്സ് ട്രബിൾ. ആ സമയത്തിന് പറയുന്ന പേരാണ് യാക്കോബിന്റെ കഷ്ടകാലം, അല്ലെങ്കിൽ ജേക്കബ്സ് ട്രബിൾ എന്ന് പറയുന്നത്. സോ അന്ന് ലോകത്തിൽ സമാധാനം, ഇപ്പൊ നമുക്കറിയാമല്ലോ ലോകത്തിലെ സമാധാനം, പക്ഷെ അന്ന് ലോകത്തിൽ സമാധാനം എന്നൊരു വിഷയം കാണുവാനേ ഇല്ല എന്നുള്ളത്. ക്ഷാമങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ എന്നിവ മാത്രം കാണുന്ന ഒരവസ്ഥയാണ് ആ സമയത്ത് ഉണ്ടാകുന്നത്. അന്ന് ഇങ്ങനെ ലോകം ഇങ്ങനെ നശിച്ചു കിടക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് വന്ന് പറയും, ഞാൻ എല്ലാം ശരിയാക്കി തരാം, ഞാനിപ്പം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് വരുന്ന ഒരാളാണ് അന്തിക്രിസ്തു. അന്ന് അങ്ങനെ അദ്ദേഹം എഴുന്നേറ്റ് വരുമ്പോൾ ഈ നശിച്ച അവസ്ഥയിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അന്നുണ്ടായിരുന്ന യഹൂദന്മാരും നോമിനൽ ക്രിസ്തവും കൂടി, അതായത് എല്ലാ ക്രിസ്ത്യാനികളും ഉൾപ്പെടെ അന്തിക്രിസ്തുവുമായിട്ടൊരു ഉടമ്പടി വെക്കും, ഒരു ഉടമ്പടി. ഓക്കെ, ആ ഉടമ്പടി അനുസരിച്ച് കുറച്ച് നാൾ സമാധാനപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പ് കുറച്ച് കഴിയുമ്പോൾ അവന് അന്തിക്രിസ്തു ആണല്ലോ, അൾട്ടിമേറ്റ്ലി ഹി ഈസ് ആന്റിക്രൈസ്റ്റ്. സോ ആ ഉടമ്പടി അവൻ ലംഘിച്ചിട്ട് ജനത്തെ വളരെ അധികമായിട്ട് പെർസിക്യൂട്ട് ചെയ്യുവാൻ, ടോർച്ചർ ചെയ്യുവാൻ, ബ്രൂട്ടലി കഷ്ടപ്പെടുത്തുവാനായിട്ട് ആരംഭിക്കും. അത് വെളിപാട് പുസ്തകം 17-ാം അധ്യായത്തിലും 13-ാമത്തെ അധ്യായത്തിലും അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവന്റെ കുറെ കാലം, ഏകദേശം 7 വർഷത്തിന്റെ പകുതിയോളം, 3.5 വർഷത്തോളം അങ്ങനെ പോകുമ്പോൾ ഈ ബ്രൂട്ടാലിറ്റി കൂടിക്കൂടി വരുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്നും 2 സാക്ഷികളെ ഭൂമിയിലേക്ക് അയക്കുന്നു. കാരണം അപ്പോഴും ഈ ലോകരാജ്യങ്ങളിൽ അനേക ജനം കിടക്കുകയാണ്. ദൈവത്തിന് അതിൽ നിന്നും രക്ഷപ്പെടാൻ, അതായത് ദൈവത്തിന്റെ വചനം അറിയുന്ന അനേക ജനം അന്ന് ഇവിടെ ഉണ്ട്. കാരണം ദൈവത്തിന്റെ വചനം നന്നായി പഠിച്ചവർ, എന്തൊക്കെയോ വിഷയങ്ങളാൽ, ദൈവം മാത്രം അറിയുന്ന വിഷയങ്ങളാൽ എടുക്കപ്പെടാതിരുന്ന പലരും ഇവിടെയുണ്ട്. അവർക്ക് നന്നായിട്ട് അറിയാം, കർത്താവ് വന്നു, റാപ്ചർ സംഭവിച്ചു, ദൈവജനം എടുക്കപ്പെട്ടു, ഇനിയും അവർക്ക് പോകണമെങ്കിൽ എന്താ പറയുന്നത്, രക്തസാക്ഷി മരണത്തിൽ കൂടി മാത്രമേ ഒക്കത്തുള്ളൂ. ഇതെല്ലാം അറിയാവുന്ന അനേക ജനം ഇവിടെ ഉണ്ട്. സോ അപ്പം അവരോട് സാക്ഷ്യം പറയാനായി 2 പേരെ സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയക്കും. അവര് കുറെ കാലം യെരുശലേമിന്റെ നഗരത്തിന്റെ വഴിയിൽ, വീഥികളിൽ സാക്ഷ്യം പറയും. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ച വിഷയം നമുക്കറിയില്ല, പറയും എല്ലാം. അതായത് രക്ഷിക്കപ്പെടുവാൻ ഇനിയും ഈ 2 പേരും നല്ല ആ തെരുവീഥികളിൽ സാക്ഷ്യം പറയും. നന്നായിട്ട് അവർ പ്രസംഗിച്ചു കഴിയുമ്പോൾ അനേകർ അന്ന് ആ തീച്ചുളിൽ കിടക്കുന്ന ഒത്തിരി നാൾ പ്രസംഗിച്ചതിന് അനന്തരമായിട്ട് അവരുടെ ശുശ്രൂഷ തികഞ്ഞു കഴിയുമ്പോൾ അന്തിക്രിസ്തു അവരെ കൊല്ലുന്നതായിട്ട് വചനം പറയുന്നു. അവരെ അന്തിക്രിസ്തു കൊന്നിട്ട് അവരുടെ അനുവദിക്കത്തില്ല. പക്ഷെ ദൈവ പണ്ഡിതന്മാർ, വേദ പണ്ഡിതന്മാർ അനുമാനിക്കുന്നത് അത് മോശയും എലിയാവും ആയിരിക്കാം എന്നാണ്. കാരണം അവരെ എതിർക്കുന്നവരുടെ നേരെ പല കാര്യങ്ങളും ചെയ്യുവാനുള്ള കഴിവ് അവരുണ്ട്. അവര് അന്ന് മഴ നിർത്തും, തീ ഇറക്കാനുള്ള കഴിവ് അവർക്കുണ്ട്, വെള്ളം രക്തമാക്കുന്നുണ്ട്, ഭൂമിയെ സകലവിധ ബാധ കൊണ്ട് ദണ്ഡിപ്പിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്. സോ അത് വെച്ചിട്ട് വേദ പണ്ഡിതന്മാർ പറയുന്നു മോശയും എലിയാവും ആയിരിക്കാം എന്ന് പറയുന്നു. അത് വെളിപാട് പുസ്തകം 11-ാം അധ്യായം 3 മുതൽ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നു. അങ്ങനെ കുറെ ദിവസം, 3.5 ദിവസം അവരുടെ ഡെഡ് ബോഡി ആ തെരുവീതിയിൽ കിടന്നു കഴിഞ്ഞിട്ട് ആ കിടപ്പ് ലോകം മുഴുവനും കാണും. സ്തോത്രം. പണ്ട് പറഞ്ഞെങ്കിൽ നമുക്ക് വിശ്വസിക്കാനാവുമോ ദൈവമക്കളെ?
നമ്മളവർക്കും ഈ ടെക്നോളജി അങ്ങ് വളർന്ന് പന്തലിച്ചത് നമുക്ക് ഫേസ്ബുക്ക് കാണാനും നമുക്ക് വാട്സപ്പിൽ കയറി കളിക്കാനും യൂട്യൂബിൽ നിന്ന് കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാനും ഒക്കെയാണെന്ന് നമ്മൾ ഓർത്തിരുന്ന് നമ്മൾ അതിനെ മിസ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു. കാരണം അത് വേദപുസ്തകത്തിൽ പറയുന്ന ഇക്കാര്യമാണ്. സകല ഗോത്രങ്ങളും വംശങ്ങളും ഭാഷകളും ജാതികളും ഉള്ളവർ ഇത് കാണും. എന്താണ് അവർ ദൈവത്തിൽ നിന്നിട്ട് ഈ 3.5 ദിവസം കഴിയുമ്പോൾ ദൈവത്തിൽ നിന്ന് ജീവശ്വാസം വന്നിട്ട് അവർ എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. കണ്ടവർ പരവശരാകും. സ്വത്രം സ്വത്രം സ്വത്രം. അതിന് മാത്രം ഒരു വലിയ സംഭവമായിട്ട് അത് ഭൂമിയിൽ മുഴുവനുള്ള ജനവും അത് കാണുവാനായിട്ട് ഇടയാവും. അപ്പോൾ ഇവിടെ കയറി പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ കയറി വരുമെന്ന് സ്വർഗത്തിന്റെ മഹാശബ്ദം ഉണ്ടായിട്ടാണ് ഈ ഡെഡ് ബോഡി ജീവിച്ച് ഇവരെ സ്വർഗത്തിലേക്ക് കയറി പോകുന്നത്. അവർ പോകുന്ന കൂട്ടത്തിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായിട്ട് 7000 പേർ ഒറ്റയടിക്ക് അപ്പോൾ തന്നെ മരിക്കുന്നുണ്ട്. അങ്ങനത്തെ കഷ്ടങ്ങളാണെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ നടന്നു കഴിയുമ്പോൾ അന്നത്തെ യഹൂദന്മാര് മനസ്സിലാക്കും, അയ്യോ ദൈവമേ, ഞങ്ങളുടെ പിതാക്കന്മാർ ക്രൂശിച്ചു കൊന്നത് മശിഹയായിരുന്നല്ലോ എന്നവർ റിയലൈസ് ചെയ്തിട്ട് അനേകരന്ന് വിശ്വാസത്തിലേക്ക് വരും. അന്ന് വിശ്വാസത്തിലോട്ട് വരുന്നവരെ പിശാച് കൊല്ലുവാ ചെയ്യുന്നത്. അവർ മാർട്ടൈസായി തീരുവാ ചെയ്യുന്നത്. ഒത്തിരി പേരെന്ന് യഹൂദന്മാർ ഒത്തിരി പേരെന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് ഒരു കുത്തിയവെങ്കിലേക്ക് നോക്കുമെന്ന് തിരുവചനം കൃത്യമായി പറയുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് സെഖര്യാവിന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്ന സ്തോത്രം സ്തോത്രം. അവർ നോക്കുമ്പോൾ കർത്താവ് വരുന്നത്. അപ്പോൾ കർത്താവ് തന്റെ സകല വിശുദ്ധന്മാരുമായിട്ട് വരും. വന്നിട്ട് ഒലിവ് മലയിൽ അദ്ദേഹം ഇറങ്ങുന്നതായിട്ട് തിരുവചനം പറയുന്നു. സെഖര്യാവിന്റെ പുസ്തകം 14-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. ഈ യഹൂദന്മാർ ഇദ്ദേഹത്തിൽ സ്വർഗത്തിലെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവങ്കിലേക്ക് നോക്കുമ്പോൾ ദൈവം യേശുക്രിസ്തു കൃത്യമായി വരും. തന്റെ വിശുദ്ധന്മാരുമായി വന്ന് ഒരു മലയിൽ ഇറങ്ങുന്നതായിട്ട് നാം കാണുന്നു. അപ്പോൾ യേശുക്രിസ്തു സൈന്യവുമായി വിശുദ്ധന്മാരുമായി വരുമ്പോൾ അന്തിക്രിസ്തു സകല സൈന്യത്തെയും കൂട്ടിക്കൊണ്ട് ദൈവത്തോട് യുദ്ധം ചെയ്യുവാൻ, യേശുക്രിസ്തുവോട് യുദ്ധം ചെയ്യുവാൻ കടന്നു പോകും. മെഗിദ്ദോ എന്നൊരു താഴ്വരയിൽ അവർ പോയി പാളയം ഇറങ്ങുമ്പോൾ അങ്ങനെ ഒരു യുദ്ധമുണ്ട്. ആ യുദ്ധത്തിന്റെ പേരാണ് അർമഗദോൻ യുദ്ധം എന്ന് പറയുന്നത്. പക്ഷേ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 8-ാം വാക്യപ്രകാരം അപ്പോൾ അധർമ്മമോ ഉൾപ്പെട്ടു വരും, അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഉടുക്കി തന്റെ പ്രത്യക്ഷയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. മനസ്സിലായോ? എന്നിട്ട് എന്ന് വെച്ചാൽ അതിൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ വായിലെ ശ്വാസത്താൽ പിശാചിനെയും അവന്റെ സൈന്യത്തെയും ഒടുക്കി തന്റെ പ്രത്യക്ഷയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. എന്നിട്ട് അവർ ചെയ്യുന്നത് അന്തിക്രിസ്തുവിനെയും, കാരണം നമുക്ക് ത്രിത്വങ്ങൾ പിതൃപുത്ര പരിശുദ്ധാത്മാവുള്ളതുപോലെ ദുഷ്ടനായ പിശാചും അങ്ങനെ തന്നെയാകുന്നു. ആയതിനാൽ അത് ഒന്ന് അന്തിക്രിസ്തു, കള്ളപ്രവാചകൻ, പിശാച്, ഈ മൂന്നിനെയും അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ച് ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളയും. അതായത് റെവലേഷൻ 19-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നു, അന്തിക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും പിടിച്ച് ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ തള്ളിക്കളയും. അത് 20-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, പിശാചും സാത്താനും എന്ന പഴയ പാമ്പായ, അതായത് ഹവ്വായുടെ അടുത്ത് വന്ന പഴയ പാമ്പ്, പിശാചും സാത്താനും എന്ന പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് അഗാധ ബോട്ടംലെസ് പിറ്റ് തള്ളിയിട്ട് പൂട്ടി അവൻ പിന്നെ ജാതികളെ വഞ്ചിക്കാതിരിക്കാൻ വേണ്ടിട്ട് 1000 ആണ്ടേക്ക് മുദ്രയിട്ട് സൂക്ഷിക്കും. അതായത് പിശാചിനെ മുഴുവനായിട്ട് അഗാധ കൂപത്തിൽ തള്ളിയിട്ട് 1000 ആണ്ടേക്ക് മുദ്രയിട്ട് ദൈവം സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെ ആ മഹോദര കാലം അവിടെ കൊണ്ട് തീർന്നു. എന്നിട്ടുള്ള കാലമാണ്, എന്നിട്ട് അപ്പോഴുള്ള അന്നേരമാണ് മില്ലേനിയം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സഹസ്രാബ്ദ വാഴ്ച. യേശുക്രിസ്തുവിന്റെ മഹത്വപ്രത്യക്ഷയ്ക്ക് ശേഷമായിട്ട് യെരുശലേം ക്യാപിറ്റലായി പിശാചിനെ ഈ അഗാധ കൂപത്തിൽ ഇട്ട് കഴിയുമ്പോൾ 1000 വർഷം യേശുക്രിസ്തു യെരുശലേമിൽ വാഴുകയാണ്. സോ അതിനെയാണ് 1000 ആണ്ട് വാഴ്ച അല്ലെങ്കിൽ മിലീനിയം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഈ ഭൂമിയില് അപ്പം ആ അവസ്ഥയില് വേണമെങ്കിൽ ആ നിഷ്പാപ യുഗത്തെ നമുക്കൊന്ന് ഓർമ്മിച്ചു കൊടുക്കാൻ വേണമെങ്കിൽ, കാരണം പിശാചിനെ പൂട്ടിയിട്ടേക്കുന്നു, പാപം ചെയ്യിപ്പിക്കാൻ അവന് കയറി വരാൻ ഒക്കത്തില്ല. അപ്പം ആ പണ്ട് ആദാമും ഹവ്വായും ജീവിച്ച ആ അവസ്ഥയോട്
സാമ്യമുള്ള ഒരു അവസ്ഥയിലാണ് ജനം ജീവിക്കുന്നത്. കാരണം പാപം ചെയ്യാൻ അവസരമില്ല, പാപം ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെയാണ്, അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. മാത്രമല്ല പാപത്തിന്റെ ഫലമായിട്ട് ഈ ഉളവായ ആ ശാപത്തിൽ നിന്നും ഭൂമി മോചിതമായത് നിമിത്തം മൃഗങ്ങൾക്ക് പോലും വലിയ മാറ്റം ഉണ്ടായിട്ട് നമ്മളത് വായിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു നാശവും, അത് അങ്ങോട്ട് കടിക്കോ ഇങ്ങോട്ട് കടിക്കോ കൊല്ലുകയും തിന്നുകയോ ഒന്നും ചെയ്യാത്ത ഒരു അവസ്ഥയാണ് അവിടെ നമുക്ക് കാണുന്നത്. അത് ആ മനോഹരമായ അവസ്ഥ ഞാൻ 11-ാം അധ്യായം ഐസയാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ തുടങ്ങി നമ്മൾ വായിക്കുമ്പോൾ ആ സഹസ്രാബ്ദ വാഴ്ചയിലെ ഭൂമിയിലെ അവസ്ഥ ഒരു അല്പം ഞാൻ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ഒരു ചെറിയ കുട്ടി അവയെ നടത്തും, പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, മുല കടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കൽ കളിക്കും, മുലകുടി മാറിയ പൈതൽ അണിലെടുപ്പത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനത്തെ ഒരു മനോഹരമായ അവസ്ഥയിൽ കൂടിയാണ് ഈ മില്ലീനിയത്തിൽ ലോകം കടന്നു പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സോ അന്ന് യഹൂദന്മാർ മൊത്തം ഒരുമിച്ച് കൂടി, അന്നുള്ള യഹൂദന്മാരെല്ലാവരും ഒരുമിച്ച് കൂടി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കും. അതായത് സക്കറിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യത്തിലും 13-ാം വാക്യം 1-ാം വാക്യത്തിലൊക്കെ ഇത് പറയുന്നുണ്ട്. മാത്രമല്ല യെരുശലേം ദേവാലയത്തിലെ ആരാധന പുനഃസ്ഥാപിക്കപ്പെടും. അവര് കൂടി യെരുശലേം ദേവാലയത്തിൽ ആരാധന നടത്തുവാനിടയാകും. അത് എസെക്കിയേലിന്റെ പുസ്തകം 40-45 പറയുന്നുണ്ട്. അന്ന് യഹൂദന്മാർ സ്പിരിച്വലി മെറ്റീരിയലി വളരെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. അന്ന് ആ ലോകം ഭരിക്കുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശം കീഴെല്ലാവിടുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവന്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുഗ്രഹിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതായത് ഈ സഹസ്രാബ്ദ വാഴ്ചക്കാലത്തിൽ ഉൾപ്രാമാണത്തിൽ എടുക്കപ്പെട്ട വിശുദ്ധന്മാരും ട്രിബുലേഷനിൽ കൂടി രക്ഷപ്പെട്ട രക്തസാക്ഷികൾ ഉൾപ്പെടുന്ന ആ ജനമാണ് കർത്താവിനോടുകൂടി ഭൂമി ഭരിക്കുന്നത്. ആ മനോഹരമായ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടത്, മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ് പ്രിയ ദൈവമക്കളെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ സഹസ്രാബ്ദ വാഴ്ചക്കാലത്ത് ആരൊക്കെയാണെന്ന് ചിന്തിച്ചു നോക്കിയേ. ന്യൂ ടെസ്റ്റ്മെന്റ് ചർച്ച അവിടെ ഉണ്ട്. ഓൾഡ് ടെസ്റ്റ്മെന്റ് അതായത് പഴയ നിയമകാലത്തെ എല്ലാ വിശുദ്ധന്മാരും അവിടെ ഉണ്ട്, യഹൂദന്മാർ അവിടെ ഉണ്ട്, എല്ലാ ജാതികളുണ്ട് ഇവിടെ. അങ്ങനെ ഈ 1000 ആണ്ട് കഴിയുമ്പോൾ ആ അഴിച്ചു വിടുമ്പോൾ അവനറിയാം അത് അവന്റെ ലാസ്റ്റ് ചാൻസ് ആണ്. ഇനി ഇപ്പോൾ കിട്ടുന്ന ജനത്തെ കൂട്ടണമെന്നുള്ള ഒരു അമിത വാഞ്ചയോടെ ആ ലോകത്തിലെങ്ങും നടന്ന് അപ്പോഴും എണ്ണിക്കൂടാനാവാത്ത ജനം അവന്റെ വലയിൽ വീഴുന്നതായിട്ട് നാം കാണുന്ന തിരുവചനത്തില്. പക്ഷേ അന്നേരം പിന്നെയും ഈ ജനത്തെ എല്ലാം കൂട്ടിക്കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്നും തീ ഇറങ്ങി എല്ലാത്തിനെയും കത്തിച്ച് അതിനനന്തരമായിട്ട് സാത്താനെ ഫോർ എവർലാസ്റ്റിംഗ് അനന്തരമായിട്ട് എന്നേക്കുമായിട്ട് സാത്താനെ പിടിച്ച് ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. സ്തോത്രം, 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 സ്തോത്രം. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. നമ്മൾ ഓൾറെഡി കണ്ടു, വിശുദ്ധന്മാര് റാപ്ചറിന് ശേഷമായിട്ട് അവർക്ക് റിവാർഡ്സ് കൊടുത്തു കഴിഞ്ഞു. സോ ഇനി ബാക്കി ജനം, ദൈവത്തിൽ വിശ്വസിക്കാത്ത ജനം ബാക്കി കിടക്കും. ദൈവം നീതിമാനാണ്. ദൈവം അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം എല്ലാവരോടും പ്രവർത്തിക്കുന്ന ദൈവമാണ്. സോ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ അപ്പം അവർക്ക് ന്യായവിധി കൊടുത്തേ മതിയാവും. സോ ആ വിശുദ്ധന്മാരുടെ ജഡ്ജ്മെന്റിലേക്ക് സഹസ്രാബ്ദ ഭാഷയ്ക്ക് ശേഷമായിട്ട് കർത്താവായ യേശു ക്രിസ്തു വെള്ള സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് വേദപുസ്തകം പറയുന്നു. അതായത് അവിടെ പറയുന്ന പുസ്തകങ്ങൾ തുറക്കും, സാക്ഷികളെ നിർത്തും, ലോകാരംഭം മുതൽ മരിച്ചു മണ്ണടിഞ്ഞ സകലരെയും ആ ന്യായാസനത്തിന് മുമ്പിൽ കൊണ്ടുവരും. അത് നമ്മൾക്ക് വെളിപാട് പുസ്തകം 20-ാം അധ്യായം 11 തൊട്ട് 15 വരെ നമ്മൾ വായിക്കുമ്പോൾ അതിനെപ്പറ്റി നമുക്കിവിടെ കാണാം. വായിച്ചു കേൾപ്പിക്കാം.
ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ അപാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും ഞാൻ കണ്ടു. അതായത് ലോകാരംഭം മുൻപേ പറഞ്ഞ പോലെ ഉണ്ടായ സകല ജനവും അവിടെ ഉണ്ട്. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവർത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു, മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. അതായത് നമ്മൾക്കറിയാമല്ലോ, ആക്സിഡന്റ് ഒക്കെ ഉണ്ടായിട്ട് ബോഡി ഒന്നും കിട്ടാതെ, ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് പോലീസുകാർ ഇങ്ങനെ ആക്സിഡന്റ് ചെയ്യുന്ന ഇങ്ങനെ ഗ്ലൗസ് ഇട്ടിട്ട് തൂത്തുവാരിയൊക്കെ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട് ബോഡി. അതുപോലെ ബോഡി ഒന്നും കിട്ടാതെ പോയത്, പക്ഷെ എന്നാലും അവരുടെ സോൾസ് പോലും സമുദ്രത്തിൽ മരിച്ചുപോയി. എല്ലാ സോൾസും, എല്ലാ ആത്മാക്കളും ഉണ്ട്. മരണവും പാതാളവും തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്ക് അടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്ന് അവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത, നിത്യത കരസ്ഥമാക്കാത്ത, നിത്യജീവൻ കരസ്ഥമാക്കാത്ത അന്ത്യത്തെ പറ്റിയാണ് ഇപ്പോൾ പറയാനിടയായത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ ന്യായവിധി സ്വർഗത്തിൽ നടക്കുമ്പോൾ, ഈ ന്യായവിധി വെള്ളസിംഹാസനത്തിൽ ദൈവം ആ ന്യായവിധി സ്വർഗത്തിൽ നടത്തുമ്പോൾ, പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 2-ാം പുസ്തകത്തിന്റെ 3-ാം അധ്യായം 6-7 പറയുന്നുണ്ട്. അവിടെ പറയുന്നതാണ്, ഈ ഭൂമി തീയാൽ കത്തിയെഴിയും. അതായത് ഈ ഭൂമിയുടെ റിനോവേഷൻ നടക്കുകയാണ്. ഭൂമി ഈസ് റിനോവേറ്റഡ്. അപ്പൊ ഭൂമിയുടെ റിനോവേഷൻ കഴിഞ്ഞു, ജനത്തിന്റെ ന്യായവിധി കഴിഞ്ഞു, എല്ലാരെയും പാതാളത്തിൽ തള്ളിയിട്ടു. അപ്പോൾ പുതിയ ആകാശവും പുതിയ ഭൂമിയും പ്രത്യക്ഷപ്പെടും. ആ പുതിയ ആകാശവും പുതിയ ഭൂമിയും നമുക്കറിയാമല്ലോ, അതിന്റെ മനോഹാരിത പലപ്പോഴും നമ്മുടെ ദേവദാസനൊക്കെ അത് വായിച്ച് പ്രസംഗിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാ. അതിനെപ്പറ്റി എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ യെരൂശലേം സ്വർഗത്തിൽ നിന്ന്, അഥവാ ദൈവത്തിൽ നിന്ന് ഇറങ്ങി വരും. സോ ഈ ഹോളി സിറ്റി നമുക്കറിയാമല്ലോ, ഒരു ഹസ്ബൻഡിന് വേണ്ടി ബ്യൂട്ടിഫുൾ ആയിട്ട് ഡ്രസ് ചെയ്യിപ്പിച്ച ഒരു മണവാട്ടിയോട് തുല്യപ്പെടുത്തിയൊക്കെ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. 21-ാമത്തെ റെവലേഷൻ 21-ാമത്തെ ചാപ്റ്റർ, ഓക്കെ, 21-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വായിക്കാൻ പറ്റുന്നതാണ്. അതിന്റെ നഗരം ഞാൻ പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം. നഗരം അതിന്റെ അടിസ്ഥാനങ്ങൾ സകല രക്തവും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. 1-ാം അടിസ്ഥാനം സൂര്യകാന്തം, നീലരത്നം, മാണിക്യം, മരതകം, നഖവർണി, ചുവപ്പ്, അതങ്ങനെ കംപ്ലീറ്റ് രത്നങ്ങളും അവിടെയുണ്ട്. 12 ഗോപുരവും മുത്ത്, ഓരോ ഗോപുരം ഓരോ മുത്ത് കൊണ്ടുള്ളതും. നഗരത്തിന്റെ വീതി സ്വച്ഛ സ്ഫടികത്തിന് തുല്യമായ തങ്കവുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ഓർത്ത് നോക്കിയ ദൈവമക്കളെ, ഒരു നഗരം മുഴുവൻ എത്രയോ വലിപ്പമുള്ള, അതിന്റെ വലിപ്പവും അതിന്റെ മേളിൽ പറയുന്നുണ്ട്. 1200 നാഴിക അളവുകൾ കൊണ്ട് അവൻ അളന്നു. അതിന്റെ നീളവും വീതിയും ഉയരമൊക്കെ 1200 നാഴികയാണെന്ന് പറയുന്നുണ്ട്. ഇത്രയും വലിയൊരു നഗരത്തിൽ സൂര്യൻ വേണ്ട, ചന്ദ്രൻ വേണ്ട. അതിന്റെ പ്രകാശം എന്ന് വെച്ചാൽ കർത്താവിങ്കിൽ നിന്ന് വരുന്നതായ വെളിച്ചം, കർത്താവാകുന്നു. സോ നഗരത്തിൽ പ്രകാശിപ്പാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവ തേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിന്റെ വിളക്കാകുന്നു. ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. ഇതാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതായി നമ്മൾ കാണുന്നതായ ഹോളി സിറ്റി. അവിടെ താപ്പോട്ട് പറയുന്നുണ്ട്, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്ന പളുങ്ക് പോലത്തെ ശുഭ്രമായ ജീവജല നദി, അതിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതായ വൃക്ഷങ്ങൾ, ഇതെല്ലാം നമ്മളവിടെ വായിക്കുന്നുണ്ട്. സോ രാവും പകലും ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്ന ഒരു നിത്യത. അതാണ് എക്സിന് സംഭവിച്ചതും വൈക്ക് സംഭവിച്ചതുമായ വിഷയങ്ങൾ. ഒരാൾക്ക് അഗാധ കൂപം അല്ലെങ്കിൽ നരകം എല്ലാം തള്ളിയിട്ടപ്പോൾ രക്ഷിക്കപ്പെട്ട് മനസാന്തരപ്പെട്ട് കർത്താവിനെ അനുസരിച്ചവർക്ക് ലഭിച്ചതായ ആ നഗരം ജീവിക്കുവാൻ കർത്താവിനെ ഏത് സമയം ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്നതായ ഒരു അവസ്ഥ. സോ പ്രിയ ദൈവമക്കളെ, ഈ ഒരു ബ്ലെസ്സഡ് ഹോപ്പ് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും തെളി നിൽക്കണം. ഇപ്പോൾ നമ്മൾ കണ്ടതായ ഈ നഗരം, ഇത് നമ്മൾ പ്രാപിക്കാനുള്ള നഗരമാണെന്നുള്ളതായ ഒരു ചിന്തയോടെ നമ്മുടെ ഹൃദയത്തിൽ ആ ചിന്ത നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുന്നത് വളരെ ആവശ്യമാണ്. അതിനായിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്, അതാണ് ഞാൻ പറഞ്ഞത്.
ഞാനത് ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് കേൾക്കുന്ന വിഷയങ്ങൾ എങ്ങനെ നമ്മൾ ജീവിക്കണം, എപ്രകാരം നമ്മൾ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതായ വിഷയമാണ്. എങ്ങനെ ജീവിച്ചാൽ അവിടെ എത്തിച്ചേരാം എന്നുള്ളതായ വിഷയങ്ങൾ. സോ എബ്രായ ലേഖനത്തിൽ പറയുന്ന പോലെ നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ തക്ക നമുക്കിടയാകണം. സോ അതിനായിട്ട് നമ്മൾ അങ്ങനെ ജീവിക്കുവാൻ നമ്മൾ പ്രാപ്തരാകണം. പ്രിയ മക്കളെ, നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കർത്താവിനെ ആരാധിക്കുന്നു. പക്ഷെ 100% ഒരു ഹോപ്പ് നമ്മുടെ ഹൃദയത്തിലുണ്ടോ? കണ്ട കർത്താവ് വന്നു, നമ്മൾ പോയി എന്നൊരു 100% ഹോപ്പുള്ള എത്ര പേരുണ്ട്? ഇന്നതിൽ നാം പിടിക്കപ്പെടുമോ, അങ്ങനെ ആയിത്തീരുമോ എന്നൊരു ആവലാതി ചിലപ്പോഴെങ്കിലും നമ്മളെ ഭരിക്കുന്നില്ലേ പ്രിയ ദൈവമക്കളെ? സോ അത് ഒഴിവാക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ നമുക്ക് ദൈവത്തിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവഹിതപ്രകാരം ജീവിക്കാൻ നമ്മളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ജീവിച്ചു നോക്കും. നമ്മളെ ആദ്യം വായിച്ച മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായ കൊണ്ട് ഉണർന്നിരിപ്പി. കള്ളൻ വരുന്നത് പോലെ കർത്താവ് വരുന്നു. അതുകൊണ്ട് എപ്പോൾ വരുമെന്ന് നാം അറിയുന്നില്ല പ്രിയ ദൈവമക്കളെ. അതുകൊണ്ട് ഏത് നേരത്തും ഉണർന്നിരിക്കുക എന്നൊരു ഒരു ഒരു കാര്യം നമ്മളോട് യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്. സോ നമ്മള് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഒന്ന് മാതൃകയാക്കി ജീവിക്കുവാൻ പറ്റിയ അധികം പേരെ നമുക്ക് കാണുവാൻ ഈ കാലഘട്ടങ്ങളിൽ കിട്ടുന്നില്ല പ്രിയ ദൈവമക്കളെ. സ്തോത്രം. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിലെ ക്വാളിറ്റീസും പലരിലും നമ്മൾ കാണുന്നുവെങ്കിലും എല്ലാം ഒരുമിച്ച് കാണുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. അത് കാണുവാൻ പറ്റുന്നത് യേശുക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. മാത്രം. അതായത് ഞാൻ പറഞ്ഞു കേട്ടാൽ, നമ്മുടെ വീട്ടിലുള്ളവർ, അതായത് മാതാപിതാക്കന്മാര്, സഹോദരങ്ങള്, ബന്ധുക്കള്, മിത്രങ്ങള്, പലർക്കും അനുഭവിപ്പാൻ കഴിയാത്ത ഒരു ഭാഗ്യ പദവി, ഒരു ഭാഗ്യ അവസ്ഥ സ്വർഗം നമുക്ക് തന്നു. നമ്മളുടെ മിടുക്കോ നമ്മുടെ സാമർഥ്യമോ ഒന്നുമല്ല. അനാദി നിർണയപ്രകാരം ദൈവം നമ്മെ കണ്ടതുകൊണ്ട് നമ്മളെ വിളിച്ചു വേർതിരിച്ചു, നമ്മൾ ഇതിന് അവകാശികളായി തീർന്നു എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ പ്രിയ ദൈവമക്കളെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നൊരു ഉദ്ദേശം, നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ പലരും സ്നാനത്തിലേക്ക് ഇറങ്ങുവാനെന്ന് സ്നാനം എന്ന് പറയുമ്പോൾ കലി വരുന്നവരുണ്ട്, സ്നാനപ്പെട്ട് സംസാരിക്കാത്തവരുണ്ട്. അപ്പോ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മളെ ദൈവം വിളിച്ചു, അമ്മയുടെ ഉദരത്തിൽ ഒരുപാട് മുൻപ് സ്വർഗം നമ്മളെ കണ്ടു, ദൈവം നമ്മളെ വിളിച്ചു, ദൈവം നമ്മളെ വേർതിരിച്ചു, നമ്മളെ ഈ ഭാഗ്യപദവിയിലേക്ക് സ്വർഗത്തിലെ ദൈവം കൊണ്ടുവന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയ ദൈവമക്കളെ, നമ്മൾ എന്തുമാത്രം പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നു. പക്ഷേ ഇത് വല്ലതും നമ്മളെ അലട്ടുന്നുണ്ടോ? ഇത് വല്ലതും നമ്മളെ എന്നാ പറയുന്നത്, താൽക്കാലികമായിട്ട് ടെൻഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മുടെ ഉള്ളിൽ ഒരു ബോധമില്ലേ, ഇത് ശരിയാകും, ഇത് നാളെ ശരിയാകും, ഇതെന്റെ കർത്താവ് ശരിയാക്കി തരും, തമ്പുരാൻ വിശ്വസ്തനാണ്. സ്തോത്രം. ഇന്നലെ എന്നെ നടത്തിയ ദൈവം നാളെ എന്നെ നടത്തുവാൻ എന്റെ തമ്പുരാൻ വിശ്വസ്തനാണ്. ആകയാൽ ഞാൻ പിന്നോട്ടില്ല എന്നൊരു ചിന്ത നമ്മളെ ഭരിക്കുന്നില്ലേ? പക്ഷെ നമ്മുടെ കൂട്ടുകാർക്കോ നമ്മുടെ വീട്ടിലുള്ളവർക്കോ ഇല്ലാത്തൊരവസ്ഥ നമ്മുടെ ഉള്ളിലല്ലേ? പക്ഷെ ഒരു വിഷയം വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ നമുക്കൊരു കൃപ നമുക്ക് ദൈവം തന്നിട്ടില്ലേ പ്രിയതമേ? ആകയാൽ ഞാൻ ഉദ്ദേശിച്ചത് ഈ വിഷയം, ഇതിപ്പോ ഞാൻ ഇച്ചിരി സ്പീഡിൽ പോയത് കൊണ്ട് ഞാൻ ഓർത്തത്, കാരണം ഓൾറെഡി എന്നെ പറ്റി ഒരു ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്, ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ ഞാൻ മറന്നു പോകുന്നു. അതുകൊണ്ട് ഞാൻ ഇത് ഇച്ചിരി സ്പീഡിൽ അങ്ങ് പറഞ്ഞുപോയി. അറിയാൻ വയ്യാത്തവരോ, അതായത് ഇനി എനിക്ക് സിൻസിയറായിട്ട് സംസാരിച്ചാൽ ഈ വിഷയം പഠിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു വിഷയമാണ് ഇത്. ഇനി ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ദേവദാസനോടോ ലാലുബാബനോടോ ഷേബയൊക്കെ ഇതിനകത്തൊക്കെ മാസ്റ്റേഴ്സ് ഉള്ളവരാ. ഇനി എന്നോടോ പേഴ്സണലായിട്ട് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ചോദിക്കാം. ഇത് അറിയാവുന്നതുപോലെ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. പക്ഷെ വിഷയത്തിന്റെ സീരിയസ്നെസ് നമ്മളെ തന്നെ അംഗം വരുന്നവൻ എല്ലാത്തിനും വർധനമായിരിക്കും എന്ന് പറയുന്ന പോലെ നമ്മൾ പ്രസംഗിച്ചിട്ട് നമ്മളവിടെ ഇല്ലെന്ന് വന്നു കഴിഞ്ഞാൽ നാണക്കടന്നോർത്ത് നോക്കി. അതുകൊണ്ട് നമ്മളെ തന്നെ ക്രമീകരിച്ച് ഈ ദിവസങ്ങൾ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് മുന്നേറാം.